പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, നിശ്ചയമായും മറുപടിയുണ്ട്. കാരണം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിങ്ങളെ തേടി വരും. നിശ്ചയമായി നിങ്ങൾ ആ മറുപടി കാണും. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വിവിധ നിലകളിൽ പ്രാർത്ഥനയെ പഠിക്കാം. തിരുവചനം പറയുന്നു, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. പ്രാർത്ഥനയിൽ വിശ്വാസം വ്യാപരിച്ചാൽ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുവെന്നും പ്രാർത്ഥനയിൽ ദൈവശക്തി ഇപ്പോൾ പുറപ്പെടുമെന്നും വിടുതൽ വരുമെന്നൊക്കെ വിശ്വസിച്ചും കൊണ്ട് നിശ്ചയത്തോടെ പ്രാർത്ഥിച്ചാൽ രോഗിക്ക് സൗഖ്യമുണ്ടാകും. പിന്നെയും വിശുദ്ധ വേദപുസ്തകം നമുക്ക് വെളിച്ചം നൽകുകയാണ്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. യേശു കർത്താവ് ഗെത്സമനയിൽ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത് നമുക്ക് കാണാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് തിരുവെഴുത്ത് പറഞ്ഞിട്ടുണ്ട്. ലജ്ജ കൂടാതെ മുട്ടുമ്പോൾ അവൻ കതക് തുറക്കുമെന്നും വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്നും തിരുവെഴുത്ത് നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ആർപ്പോടൊരു കൊയ്ത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ അകത്ത് വചനം വസിക്കുമ്പോൾ വചനം ചൊല്ലിയുള്ള പ്രാർത്ഥന, വചനപ്രകാരമുള്ള പ്രാർത്ഥന, അതിന് ശക്തിയുണ്ട്, അതിന് മറുപടി വരും. പിന്നെ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ കുറ്റം വിധിക്കപ്പെടുന്നില്ലെങ്കിൽ, ഹൃദയത്തിൽ പ്രാഗൽഭ്യമുണ്ടെങ്കിൽ നാം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അതിന് മറുപടി വരും. എന്നാൽ ഇന്ന് പകൽ പാപിയായ ഒരു മനുഷ്യൻ്റെ നിലവിളി നിങ്ങൾ കേൾക്കണമേ. ആരാണ് നിലവിളിക്കുന്നതെന്നറിയാമോ? ദൈവഭക്തനായ ദാവീദാണ്. ദാവീദ് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവമേ, സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എണ്ണിയാൽ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം. ഞാൻ ധൈര്യഹീനനായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയൊരു മനുഷ്യൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാതെ, മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ, അവൻ്റെ അകത്ത് പാപബോധം വന്നിട്ട് അവൻ്റെ അകൃത്യങ്ങൾ തലയിലെ രോമങ്ങളിലേക്കാളും അധികമെന്നറിഞ്ഞ് അവൻ ധൈര്യം നഷ്ടപ്പെട്ടിട്ടും അവൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് ഉരുവിട്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, യഹോവേ, അവിടുന്ന് കരുണ അടച്ചു കളയുന്ന ദൈവമല്ലല്ലോ. നീ എനിക്ക് കരുണ അടച്ചു കളയുകയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ പാപഭാരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ദൈവം കരുണയുള്ളവനാണ്. 51 സങ്കീർത്തനം ദാവീദിൻ്റെ നിലവിളിയാണ്. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കരുണയുണ്ടാകണമേ. ചുങ്കക്കാരനായൊരു മനുഷ്യൻ്റെ നിലവിളി നമുക്ക് തിരുവെഴുത്തിൽ കാണാം. ദൈവമേ, ഞാൻ പാപിയായൊരു മനുഷ്യൻ, എന്നോട് കരുണയുണ്ടാകണമേ. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്മാറിപ്പോകണ്ട. നിങ്ങൾക്കും വിടുതലുണ്ട്. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. അതെ, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. ദൈവം കരുണ നിറഞ്ഞവനാണ്. ദൈവം കരുണ അടച്ചു കളയുകയില്ല. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽ ആര് ദൈവത്തോട് പ്രാർത്ഥിക്കും, അവൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വരും. ദൈവം നിങ്ങളോട് കരുണ കാണിക്കും. ദൈവം നിങ്ങളോട് മനസ്സലിയും. യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന രോഗികളിൽ പലരും പാപികളായിരുന്നു. ഒരു പക്ഷവാതക്കാരനോട് യേശു പറഞ്ഞു, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോ കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്ന ഏതാകുന്നു എളുപ്പം? പ്രിയപ്പെട്ടവരെ, അവൻ രോഗിയാണ്.
എന്നാൽ ആ രോഗത്തിൻ്റെ പുറകിലെ കാരണം പാപമാണ്. ആ മനുഷ്യൻ്റെ നിലവിളിക്ക് മുൻപിൽ, കരുണ തോന്നണമേ എന്നുള്ള നിലവിളിക്ക് മുമ്പിൽ ദൈവം കരുണ അടച്ചു കളഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വരും. തെറ്റു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നിലവിളിച്ചാൽ നിങ്ങളോട് ദൈവത്തിന് കരുണയുണ്ടെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.